ഞാനിപ്പോൾ കറണ്ടിൽ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഫ്രണ്ടിലായിട്ടാണ്. താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി സ്ഥാപിതമായിരിക്കുന്നത് 2005-ലാണ്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള താഷ്കന്റിലാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കറണ്ടിൽ നിൽക്കുന്നത് അവരുടെ മെയിൻ ക്യാമ്പസിലെ അക്കാഡമി ബ്ലോക്കിന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ ഹോസ്പിറ്റൽ വരുന്നത് ഈ ഒരു ക്യാമ്പസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ മെയിൻ ഹോസ്പിറ്റലും വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇവരുടെ ക്യാമ്പസും അത് കൂടാണ്ട് ഇവരുടെ ഹോസ്പിറ്റല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കറന്റ്ലി നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ നോംസും പാലിക്കുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ കോളേജസിൽ നമുക്ക് പഠിക്കുകയാണെങ്കിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് തന്നെ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് നെക്സ്റ്റ് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യലും പോസിബിൾ ആണ്. ബിക്കോസ് 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMGL റെഗുലേഷൻ എന്ന പേരിൽ ഒരു ഗസറ്റ് കൊണ്ടുവന്നത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. അതിൽ നമ്മൾ പഠിക്കുന്ന കൺട്രിയുടെ ലൈസൻസ് ടു പ്രാക്ടീസ് വേണമെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് 6 ഇയേഴ്സ് കോഴ്സ്, അതായത് 6 ഇയേഴ്സ് ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് കഴിയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇവിടുത്തെ ലൈസൻസ് ലഭിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലോട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യൽ പോസിബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന ഒരു ക്യാമ്പസ് റീസെന്റ് ബിൽഡ് ചെയ്തേക്കുന്ന പുതിയ ക്യാമ്പസ് ആണ്. നമ്മൾ താഷ്കന്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ കോളേജിലോട്ടുള്ള ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് ഈ ഒരു കോളേജ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് റീച്ചബിലിറ്റി ഒരു പ്രോബ്ലം ആവുകയുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോളേജ് ഉള്ളത്. ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത് അവരുടെ ഹോസ്പിറ്റലിലോട്ടാണ്. ഇവരുടെ ഈ ഒരു പുതിയ അക്കാഡമി ബ്ലോക്കും ഈ ഒരു ഹോസ്പിറ്റലിന്റെ മെയിൻ എൻട്രൻസ് ഇരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, ഇവിടുന്ന് നേരെ നടന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടുത്തെ 2 വിദ്യാർത്ഥികളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരാണ് എന്നെ കൊണ്ടുവന്ന് കോളേജും ഹോസ്പിറ്റലും ഹോസ്റ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൂടെയുള്ളത്. ഈ ഒരു ഹോസ്പിറ്റല് അത്യാവശ്യം നല്ലപോലെ നടക്കാനുണ്ട്. അത്യാവശ്യം വലിയൊരു ക്യാമ്പസ് ആണ്. ഈ നടന്നതിന്റെ ഇടയിലുള്ള കുറേയേറെ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള മറ്റുള്ള കോളേജുകൾ പോലെ തന്നെ ഒരു ക്ലാസ്സിൽ 15 to 18 സ്റ്റുഡൻസ് ആണ് മാക്സിമം നമുക്ക് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലും ഉള്ളത്. പക്ഷെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിൽ കറന്റ്ലി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഉക്രൈൻ വാർ കാരണം റിട്ടേൺ വന്നിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ട്രാൻസ്ഫർ സ്റ്റുഡന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു സ്റ്റുഡന്റ് സ്റ്റാഫ് റേഷ്യോ സാച്ചുറേഷൻ ഇച്ചിരി കൂടുതലാണെന്ന് പറയേണ്ടതുണ്ട്. ബിക്കോസ് അക്കാഡമിക്കലി സ്റ്റുഡൻസിനെ അതിന്റെ ചെറിയ പ്രോബ്ലംസ് ഫേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കറന്റ്ലി നമ്മൾ നടന്ന് ഉള്ളിലോട്ട് കയറി ഹോസ്പിറ്റൽ ക്യാമ്പസിന്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹോസ്പിറ്റൽ ക്യാമ്പസിനകത്ത് ഇവരുടെ മാക്സിമം ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ആ സ്റ്റുഡൻസിന്റെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള കൺട്രികളിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽസ് വളരെ നല്ല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ തന്നെ ഉസ്ബെക്കിസ്ഥാന്റെ പോപ്പുലേഷൻ ആണ്. കേരളത്തിന്റെ അതേ പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വരുന്നത്. ഈ ഒരു ഹോസ്പിറ്റൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അക്കാഡമി ബ്ലോക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. നമ്മുടെ അക്കാഡമി ബ്ലോക്കിൽ നിന്ന് അറൗണ്ട് ഒരു 5 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെയിൻ ബിൽഡിങ്ങിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ തന്നെയായിരിക്കും. ബിക്കോസ് അത്യാവശ്യം നല്ല പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽസ് ആണ് ഇവിടെയുള്ള ഏത് കോളേജസ് എടുത്താലും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷറിനകത്ത് വറീഡ് ആവേണ്ട കാര്യമില്ല. ദെൻ ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെങ്കിലും ഒത്തിരി തണുപ്പ് പോകുന്ന ഒരു കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കൺട്രി ഉള്ളത്. നമ്മുടെ ഡൽഹിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 3 മുതൽ 3.25 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എത്താനായിട്ടും സാധിക്കും. അത് കൂടാണ്ട് എല്ലാ ദിവസവും ഏകദേശം 3 ഫ്ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെയിം റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷനും അതുപോലെ തന്നെ ക്ലിനിക്കൽസും ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഒരു പ്രോബ്ലം ആവില്ല. നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ ഹോസ്റ്റലിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനിലാണുള്ളത്. നമ്മുടെ ഹോസ്റ്റൽ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ നടന്നു പോകൽ പോസിബിൾ അല്ല. അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് യാൻഡെക്സ് എടുത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. നമ്മുടെ നാട്ടിൽ ഊബറും ഓലയൊക്കെ പോലുള്ള ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനാണ് യാൻഡെക്സ് എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ കൂടുതലും ഉപയോഗിക്കുന്നത് യാൻഡെക്സ് ആണ്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും കൂടുതലും യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് യാൻഡെക്സ് തന്നെയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഹോസ്റ്റലിലെത്തി. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിരിക്കുന്ന ക്യാമ്പസ്. ഹോസ്റ്റലിലോട്ട് കയറുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു സെക്യൂരിറ്റി പോർഷൻ ഉണ്ട്. ദെൻ സ്റ്റുഡന്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പെർമിഷൻ എടുത്തത് കൊണ്ട് തന്നെ ഇന്നകത്തോട്ട് കയറാനായിട്ട് സാധിക്കും. ഇവിടെ ഹോസ്റ്റലും അതുപോലെ തന്നെ കോളേജും ഹോസ്പിറ്റലും 3 ക്യാമ്പസിലായിട്ടാണ് വരുന്നത്.
കോളേജും ഹോസ്റ്റലും തമ്മിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ ഡിഫറൻസും ദെൻ ഹോസ്റ്റലും ഹോസ്പിറ്റലും തമ്മിൽ ഏകദേശം ഒരു 2.5 കിലോമീറ്ററിന്റെ ഡിഫറൻസും ആണ് ഉള്ളത്. ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ് ഫുള്ളായിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽസ് വരുന്നത്. ഓൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ വരുന്നത് ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലായിട്ടാണ്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെയും ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ വരുന്നത് ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലാണ്. അത് കൂടാണ്ട് നമ്മുടെ ലോക്കൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ക്യാമ്പസ് ആണ്. അത് കൂടാണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഹോസ്റ്റൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഈ ഒരു ഹോസ്റ്റൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ സ്റ്റുഡൻസിന് എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റലിന്റെ ഉള്ളിൽ പോകണം. ഹോസ്റ്റലിന്റെ ഉള്ളിൽ പോയതിന് ശേഷം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മളത് നോക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഹോസ്റ്റലിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇവിടെ കുറച്ച് ഷോപ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മോർണിംഗ് വന്നിട്ട് ഇവിടെ നിന്നാണ് കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ കോഫി, ടീ ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. മെയിൻലി ഇവിടെ ലെമൺ ടീ ഒരുപാട് കുടിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഇവിടെ ലെമൺ ടീ അവൈലബിൾ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാനായിട്ടുള്ള പെർമിഷൻ കിട്ടി. സോ ഇനി എന്തായാലും നമ്മൾ അകത്തോട്ട് കയറാണ്. അകത്തോട്ട് കയറിയതിന് ശേഷം നമ്മുടെ ഹോസ്റ്റൽ ക്യാമ്പസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി വന്നു. സെക്യൂരിറ്റി വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. ഈ ഒരു ഹോസ്റ്റൽ ക്യാമ്പസ് വളരെ വലിയൊരു ഹോസ്റ്റൽ ക്യാമ്പസ് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസും അത് കൂടാണ്ട് ലോക്കൽ സ്റ്റുഡൻസ് ഒക്കെ എന്താ ഈ സെയിം ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ കോളേജസോ അല്ലെങ്കിൽ ഹോസ്റ്റൽസോ ഇനി ഒന്നും വേണ്ട, നമ്മൾ ഏതെങ്കിലും റോഡിന്റെ സൈഡിലൂടെയൊക്കെ നടന്നു പോയാൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവിടെ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മെയിൻലി അവർ നട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ മരങ്ങൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് വൈസ് വളരെ നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു കൺട്രിയാണ്. വളരെ നല്ല ഫ്രഷ് എയർ ഒക്കെ കിട്ടുന്ന ഒരു കൺട്രിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഹോസ്റ്റലിന്റെ ക്യാമ്പസ് വരുന്നത്. അതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബാസ്കറ്റ് ബോളും വോളിബോളൊക്കെ കളിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവർ സ്റ്റഡീസിനോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മെയിൻലി സ്പോർട്സിന്റെ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി 2 ഷെയറിങ്ങും 3 ഷെയറിങ്ങും 4 ഷെയറിങ്ങും റൂംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു നമ്പർ ഓഫ് ഷെയറിങ്ങിന്റെ ഡിഫറൻസിൽ ഹോസ്റ്റൽ ഫീസിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ യൂറോപ്യൻ കൺട്രി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സ്റ്റഡി കോസ്റ്റും അതുപോലെ തന്നെ ലിവിംഗ് കോസ്റ്റും വളരെ വളരെ കുറവാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും നമ്മുടെ ഒരു ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3500 മുതൽ $4000 ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അതായത് ഒരു 2,80,000 രൂപ മുതൽ ഒരു 3,20,000 രൂപ വരെ പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്ന രീതിയിലാണ് ഇവിടെയുള്ള കോളേജസ് വരുന്നത്. നമ്മൾ ലിവിംഗ് കോസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലിവിംഗ് കോസ്റ്റും ബാക്കിയുള്ള കൺട്രികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ലിവിംഗ് കോസ്റ്റിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇന്ന് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചൂസ് ചെയ്യുന്ന കൺട്രി NMC ഗസറ്റ് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണോ അവിടുത്തെ സ്റ്റഡീസ് ഒക്കെ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ നോംസും പാലിക്കുന്ന ഒരു കൺട്രിയിൽ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ. പിന്നെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. സോ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞാനുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.